blinded from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് ഇന്ന് റോ എപ്പിസോഡിൽ വലിയൊരു കോമഡി അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയാം. ഇതിൽ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഡ്രൂ മാക്കിൻഡയർ ആണ് വരുന്നത്. ഡ്രൂ മാക്കിൻഡയർ വന്നതിന് ശേഷം കഴിഞ്ഞ റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്ത കാര്യം, അതുകൂടാതെ ഇവർക്ക് തമ്മിൽ ക്ലാഷ് ഓഫ് ചാമ്പ്യനിൽ നടക്കാൻ പോകുന്ന WWE ചാമ്പ്യൻഷിപ്പ് ആംബുലൻസ് മാച്ചിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഡ്രൂ മാക്കിൻഡയർ സംസാരിക്കുന്ന സമയത്ത് അവിടെ WWE ഒഫീഷ്യലായ ആഡം പ്രൈസ് വരുന്നതായിട്ടാണ് കാണിച്ചത്. അദ്ദേഹം വന്നതിന് ശേഷം ഡ്രൂ മാക്കിൻഡയറിനോട് പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിൽ, അതായത് കീത്തിലിയുടെ കൂടെ നടക്കാൻ പോകുന്ന മാച്ചിൽ കീത്തിലി വിൻ ചെയ്യുകയാണെങ്കിൽ ക്ലാഷ് ഓഫ് ചാമ്പ്യനിൽ നിങ്ങൾക്ക് തമ്മിൽ WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം കീത്തിലി വന്ന് ഇവർ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെയും ഇവർക്ക് തമ്മിൽ ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയുമാണ് കാണിച്ചത്. അതിനുശേഷം നടന്ന മാച്ച് റോ ടാഗ് ടീം ചാമ്പ്യൻ വേഴ്സസ് സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസിനുള്ള ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ചാണ്. ഷിൻസ്കെ നാക്കമോറ ആൻഡ് സിസാറോ വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ് ടീമിനാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ രണ്ട് ടാഗ് ടീം ചാമ്പ്യൻസും അടിപൊളിയായി തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മാച്ച് നല്ല ഇൻട്രസ്റ്റോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഷിൻസ്കെ നാക്കമോറ ആൻഡ് സിസാറോ റോ ടാഗ് ടീം ചാമ്പ്യൻസിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിരുന്നു. അങ്ങനെ മാച്ചിൻ്റെ പകുതിയോട് കൂടി സിസാറോ ആൻഡ് നാക്കമോറ ഇവരൊക്കെ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയും ഈ മാച്ചിൽ കാണിച്ചിരുന്നു. മാച്ചിൻ്റെ അവസാനത്തോടു കൂടി സിസാറോ റോപ്പിൻ്റെ സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് സിസാറോ കാണാതെ അവർ ടാഗ് ചെയ്ത് ആ ഒരു അവസരം ഉപയോഗിച്ച് സിസാറോയുടെ മേലേക്ക് ഫിനിഷിങ് ചെയ്ത് ഈ മാച്ചിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ് ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ റോ എപ്പിസോഡിൽ ഇവർ വിൻ ചെയ്ത കാരണം ഇതേ മാച്ച് ചിലപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും വരാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് ബാക്ക് സ്റ്റേജിൽ നടന്നത്. അതായത് ആൻഡ്രോയിഡ്, ഏഞ്ചൽ ഗർസ, സെലീന വേഗ ഇവരുടെ ബ്രേക്കപ്പ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും ചിന്തിക്കുന്നതാണ്. കാരണം ആൻഡ്രോയിഡ് ഒരു നല്ല റെസ്ലറാണ്. അദ്ദേഹത്തിന് സിംഗിളായിട്ട് മാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാമ്പ്യൻഷിപ്പ് ലെവലിലൊക്കെ പുഷ് ചെയ്യാൻ സാധിക്കും. വെറുതെ ടാഗ് ടീം മാച്ചിൽ ഇത്രയും നാളും വെച്ചേക്കായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതിനുശേഷം MVP ബോബി ലാഷ്ലി, സെഡ്രിക് അലക്സാണ്ടർ ഇവരാണ് വരുന്നത്. ഇവർ വന്നതിന് ശേഷം സെഡ്രിക് അലക്സാണ്ടർ ആ ഒരു ടീമിൽ ചേർന്ന കാര്യത്തെക്കുറിച്ച് ഒക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ റിക്കോഷെറ്റ് ആൻഡ് അപ്പോളോ ക്രൂസ് ഇവർ വരുന്നതായിട്ടാണ് കാണിച്ചത്. ഇവർ വന്നതിന് ശേഷം റിക്കോഷെറ്റ് ഒരു സിംഗിൾസ് മാച്ചിന് വേണ്ടി സെഡ്രിക് അലക്സാണ്ടറിനെ ചാലഞ്ച് ചെയ്യും. അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഇവർക്ക് ഇത്രയും നാൾ ഒരു ഫ്യൂഡോ അല്ലെങ്കിൽ നല്ല മാച്ചോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സെഡ്രിക് അലക്സാണ്ടറിനെ ഹീലാക്കിയതിന് ശേഷം ഇവർക്ക് തമ്മിൽ ഇപ്പോൾ മാച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് തന്നെ ബോബി ലാഷ്ലി, ഷെൽട്ടൺ ബെഞ്ചമിൻ ഇവരെല്ലാം വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. ആ സമയത്ത് വൈക്കിംഗ് റൈഡേഴ്സ് ടീമിലെ എറിക്ക് വന്ന് ബോബി ലാഷ്ലിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. കാരണം അവർക്ക് തമ്മിൽ സിംഗിൾസ് മാച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇവരുടെ മാച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മാച്ചിൻ്റെ അവസാനത്തോടു കൂടി റിക്കോഷെറ്റ് റോപ്പിൻ്റെ മുകളിൽ നിന്നും ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സെഡ്രിക് അലക്സാണ്ടർ മാറും. അതിനുശേഷം വീണ്ടും മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരവസരത്തിൽ സെഡ്രിക് അലക്സാണ്ടർ റിക്കോഷെറ്റിനെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ സെഡ്രിക് അലക്സാണ്ടറാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഇവർ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് റീട്രിബ്യൂഷൻ ടീമാണ് LED സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ അതിലവർ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം WWE എൻഡായി തുടങ്ങി എന്നാണ്. അതിനുശേഷം നടന്ന മാച്ച് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ആസ്ക വേഴ്സസ് മിക്കി ജെയിംസ് ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മാച്ച് മുന്നോട്ട് പോകുമ്പോൾ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ആസ്കനെ മിക്കി ജെയിംസ് റോപ്പിൻ്റെ സൈഡിൽ വെച്ച് ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതിനുശേഷം ആസ്ക താഴെ വിടുന്നതായിട്ടും കാണിച്ചു. ആ ഒരു ഫിനിഷിംഗ് മൂവ് കറക്റ്റായിട്ട് ആസ്കയുടെ ഫേസിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്കെല്ലാം കഴിഞ്ഞ് ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അതായത് മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ടും ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം എന്തിനോ വേണ്ടി നടക്കുന്നത് പോലെയാണ് തോന്നിയത്. അതുകൂടാതെ മാച്ചിൻ്റെ അവസാനത്തിൽ മിക്കി ജെയിംസ് ആസ്കേനെ ഒരു ഫിനിഷിംഗ് മൂവ് ചെയ്യും. ആ സമയത്ത് ആസ്കയുടെ മുഖത്തിൻ്റെ അടുത്തുകൂടി പോലും ആ ഒരു ഫിനിഷിംഗ് മൂവ് പോയില്ല. എന്നിട്ടും ആസ്ക റിങ്ങിൽ വീഴുന്നതായി മിക്കി ജെയിംസ് പിൻ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു.
അതുകൂടാതെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടാത്ത രീതിയിലാണ് ഈ മാച്ചിൻ്റെ അവസാനം കൊണ്ടെത്തിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ ആസ്ക തന്നെയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യനായത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അടിപൊളിയായിട്ടും അതിനുശേഷം ഏവറേജ് ആയിട്ടാണ് ഈ മാച്ച് തോന്നിയത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം സെലീന വേഗ ആസ്കയുടെ അടുത്ത് വരുന്നതായിട്ടും ആസ്കേനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ക്ലാഷ് ഓഫ് ചാമ്പ്യനിൽ ഇവർക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരുടെ ടീം മുൻപ് തന്നെ ബ്രേക്കപ്പ് ആയതായിട്ട് കാണിച്ചിരുന്നു. പിന്നെ ആസ്കയ്ക്ക് റോ എപ്പിസോഡിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ഓപ്പോണൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് സെലീന വേഗനെ ഈ ഒരു മാച്ചിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ WWE ഒഫീഷ്യലായ ആഡം ഫ്രീസ് സെക്യൂരിറ്റീസിനോടെല്ലാം വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് റിട്രിബ്യൂഷൻ ടീം LED സ്ക്രീനിൽ വന്ന കാരണമാണ് അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ട് കാണിച്ചത്. കാരണം ഇവരെയാണ് ഇക്കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ MVP ആൻഡ് ബോബി ലാഷ്ലി ഇവരുടെ ടീം വന്ന് പറയുന്നത് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇനി ഞങ്ങൾ ചെയ്യാം, റിട്രിബ്യൂഷൻ ടീം വരുന്ന സമയത്ത് ഞങ്ങൾ നോക്കിക്കോളാം എന്നതുപോലെയൊക്കെയാണ് ഇവർ ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പറയുന്നത്. അതിനുശേഷം നടന്ന മാച്ച് US ചാമ്പ്യൻ ബോബി ലാഷ്ലി വേഴ്സസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് തോന്നിയത്. പക്ഷേ ഈ മാച്ച് അധിക സമയം നടന്നില്ല. മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബോബി ലാഷ്ലിനെ അറ്റാക്ക് ചെയ്തു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ ബോബി ലാഷ്ലി എറിക്കിനെ അറ്റാക്ക് ചെയ്ത് ബോബി ലാഷ്ലിയുടെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ ബോബി ലാഷ്ലിയാണ് വിൻ ചെയ്തത്. ഈ മാച്ച് വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചുവെങ്കിലും നല്ലൊരു മാച്ചായിട്ടും നല്ല രീതിയിൽ രണ്ടുപേരും പെർഫോമൻസ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം സെത്ത് റോലൻസ് ആൻഡ് മോർഫി ഇവരെയാണ് കാണിച്ചത്. അപ്പോൾ ഇവരുടെ സെഗ്മെൻറ്റിൽ സെത്ത് റോലൻസ് പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, പഴയ കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കേണ്ട എന്നതുപോലെയൊക്കെ. അതിനുശേഷം സെത്ത് റോലൻസ് മോർഫീനെ അറ്റാക്ക് ചെയ്ത് മാച്ച് നടക്കുന്ന സമയത്ത് റിങ്ങിൻ്റെ സൈഡിൽ പോലും കണ്ടുപോകരുത് എന്നതുപോലെയൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം നടന്ന മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് സെത്ത് റോലൻസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സ്റ്റീൽ കേജ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് റോ എപ്പിസോഡിൽ ഒരു സൂപ്പർ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സെത്ത് റോലൻസ് ആയാലും ശരി ഡൊമിനിക് മിസ്റ്റീരിയോ ആയാലും ശരി വേറെ ലെവൽ പെർഫോമൻസാണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് മോർഫി കെൻഡോ സ്റ്റിക്ക് സെത്ത് റോലൻസിൻ്റെ കയ്യിൽ കൊടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൊണ്ട് സെത്ത് റോലൻസ് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ റെയ് മിസ്റ്റീരിയോ ഡൊമിനിക്കിനും കെൻഡോ സ്റ്റിക്ക് കൊടുത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ സെത്ത് റോലൻസിനെയും അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇവരുടെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റോടു കൂടി മുന്നോട്ട് പോകും. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ എസ്കേപ്പ് ആകാൻ നോക്കുന്ന സമയത്തെല്ലാം സെത്ത് റോലൻസ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഇവർ രണ്ടുപേരും കൂടിയും റോപ്പിൻ്റെ മുകളിലേക്ക് ഒരുമിച്ച് വീഴുന്നതായിട്ടെല്ലാം കാണിച്ചു. അതിനുശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ എസ്കേപ്പ് ആകാൻ നോക്കുന്ന സമയത്ത് റെയ് മിസ്റ്റീരിയോ ഡൊമിനിക്കിനെ പുറത്തേക്ക് വലിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. ഈ സമയത്ത് ബോഡി മോർഫി റെയ് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു സ്റ്റീൽ കേജിൻ്റെ ഡോറ് അമർത്തി അടയ്ക്കുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് അത് സെത്ത് റോലൻസിൻ്റെ മുഖത്താണ് കൊള്ളുന്നത്. അതിനുശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ എസ്കേപ്പ് ആകാൻ നോക്കുന്ന സമയത്ത് മോർഫി സ്റ്റീൽ കേജിൽ കയറി അത് തടയുന്നതായിട്ട് കാണിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സെത്ത് റോലൻസ് കയറി എല്ലാം ചെയ്ത് ഈ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുപോകും. മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ഡൊമിനിക് മിസ്റ്റീരിയോ സെത്ത് റോലൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് സെത്ത് റോലൻസ് കർബ് സ്റ്റോം ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടിയും കർബ് സ്റ്റോം ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ സെത്ത് റോലൻസ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം കേജിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി ബോഡി മോർഫിയോട് വളരെയധികം സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് പോലെ അതിനുശേഷം മോർഫീനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടാണ് കാണിച്ചത്. അതായത് ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം മോർഫീനെ ഒരു ഫേസ് ക്യാരക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും ഈ മാച്ചിലും സെത്ത് റോലൻസ് എന്തുകൊണ്ട് വിൻ ചെയ്തു. കാരണം സെത്ത് റോലൻസിനെ ഡൊമിനിക് മിസ്റ്റീരിയോ ഇപ്പോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻസ് ഈ ഒരു റെസ്ലറെ വെറുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെയധികം സപ്പോർട്ടാണ് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തോൽക്കുന്നത് പോലെയും ഡൊമിനിക് മിസ്റ്റീരിയോ വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടും WWE ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ഓഡിയൻസിൻ്റെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനുശേഷം ഡ്രൂ മാക്കിൻടയറിനും കീത്ത് ലീക്കും തമ്മിൽ പ്രശ്നം വരുന്നതായിട്ടും ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ബാക്ക് സ്റ്റേജിൽ കാണിച്ചിരുന്നു. അതിനുശേഷം നടന്ന മാച്ച് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് കെവിൻ ഓവൻസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് തോന്നിയത്. കാരണം ഈ മാച്ചിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവരുടെ മാച്ച് സ്പെഷ്യൽസിലേക്ക് വേണ്ടിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോ എപ്പിസോഡിൽ ഒരു ആവറേജ് മാച്ചായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മാച്ചിൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി അലിസ്റ്റർ ബ്ലാക്ക് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിക്കും. പക്ഷേ ആ സമയത്ത് റീട്രിബ്യൂഷൻ ടീം വന്ന് ലൈറ്റ് ഓഫ് ആക്കുന്നതായിട്ടും ആ അവസരം ഉപയോഗിച്ച് കെവിൻ ഓവൻസ്
അലിസ്റ്റർ ബ്ലാക്കിനെ സ്റ്റണ്ണർ ഫിനിഷിംഗ് മൂവ് ഈ മാച്ചിൽ കെവിൻ ഓവൻസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു സ്പെഷ്യൽസിലാണ് മാച്ച് വരാൻ പോകുന്നത്. അത് ചിലപ്പോൾ ക്ലാഷ് ഓഫ് ചാമ്പ്യനിലായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മാക്കിൻടയർ വേഴ്സസ് കീത്ത് ലീ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ സമയത്ത് WWE ഒഫീഷ്യലായ ആഡം എന്ന് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ചെയ്താൽ ഈ മാച്ച് ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നൊക്കെ. അതിനുശേഷം നടന്ന മാച്ച് ഒരു വുമൺസ് ടാഗ് ടീം മാച്ചാണ്. റോയൽ സ്ക്വാഡ് വേഴ്സസ് നെറ്റാലിയ ആൻഡ് ലാന, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി റോബി റോയ്റ്റ് ആൻഡ് ലീ മോർഗൻ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഷൈന ബേസ്ലർ ആൻഡ് നയ ജാക്സ് ഇവരെ കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് നെറ്റാലിയ ആൻഡ് ലാന ഇവർക്ക് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ലാനനെ കൊണ്ടുപോയി നയ ജാക്സ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്, അതായത് ടേബിളിന്റെ മുകളിലേക്ക്. അതിനുശേഷം നടന്ന മാച്ച് റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ചാണ്. കീത്ത് ലീ വേഴ്സസ് WWE ചാമ്പ്യൻ ഡ്രൂ മാക്കിൻടയറിനാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിൻ്റെ റൂൾസ്, ഇതിൽ കീത്ത് ലീ വിൻ ചെയ്യുകയാണെങ്കിൽ കീത്ത് ലീക്ക് WWE ചാമ്പ്യൻഷിപ്പ് ക്ലാഷ് ഓഫ് ചാമ്പ്യനിൽ ഒരു ആംബുലൻസ് മാച്ചായിട്ട് ലഭിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ റാൻഡി ഓട്ടനി ആംബുലൻസ് മാച്ചായിട്ട് ഡ്രൂ മാക്കിൻടയറിൻ്റെ കൂടെ മാച്ച് വരും എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മാച്ച് കാർഡുകളും ഈ ഒരു മാച്ച് നടക്കണേക്കാളും മുൻപ് കാണിച്ചു. അപ്പോൾ ഇവരുടെ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ ഇവരെ 2 പേരെയും ഒരുപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്, അതായത് ആരെയും അധികം അങ്ങോട്ട് ഉയർത്തി കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മാച്ച് നടക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം ഇതിൽ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് വരില്ല എന്ന്. അപ്പോൾ അപ്ഡേറ്റ് പ്രകാരം റാൻഡി ഓട്ടൻ വരുമെന്നൊക്കെയായിരുന്നു. പക്ഷേ മാച്ചിൻ്റെ അവസാനത്തിൽ റീട്രിബ്യൂഷൻ ടീമാണ് വന്നത്. റീട്രിബ്യൂഷൻ ടീം വന്നതിന് ശേഷം ഇവരെ 2 പേരെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ബോബി ലാഷ്ലി, MVP, ഷെൽട്ടൺ ബെഞ്ചമിൻ ഇവരെല്ലാം വന്ന് റീട്രിബ്യൂഷൻ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അവസാനത്തിൽ കീത്ത് ലീ ആൻഡ് ഡ്രൂ മാക്കിൻടയർ റീട്രിബ്യൂഷൻ ടീമിൻ്റെ മേലേക്ക് ചാടുന്നതായിട്ടുമാണ് കാണിച്ചത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ. അപ്പോൾ ഈ ഒരു മെയിൻ ഇവൻറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മാച്ചെല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം, ആ ഒരു റീട്രിബ്യൂഷൻ ടീമിൽ റാൻഡി ഓട്ടൻ ഒളിച്ചിരിക്കുന്നത് പോലെയും അതിനുശേഷം ഇവരെ RKO ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് ആയേനെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അവസാന നിമിഷത്തിൽ വരെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു, കാരണം അതുപോലെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ എന്തായാലും ട്രിപ്പിൾ ത്രെഡ് മാച്ച് തന്നെയായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ ഇതെല്ലാം കണ്ടിട്ട്. കാരണം ഈ മാച്ചിൽ ക്ലീനായിട്ട് ആരും വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ റീട്രിബ്യൂഷൻ ടീമിനെ പിടിക്കാൻ വേണ്ടിയാണ് റോ എപ്പിസോഡിൽ എല്ലാവരും നടക്കുന്നത്, അതായത് റോ എപ്പിസോഡിൻ്റെ ഒഫീഷ്യൽ ടീമും അതുകൂടാതെ സെക്യൂരിറ്റീസ് അല്ലാത്തത്. എന്നാൽ ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കിൻടയർ, കീത്ത് ലീ, ബോബി ലാഷ്ലി ഇവരെല്ലാം റീട്രിബ്യൂഷൻ ടീമിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ആർക്കും മാസ്ക് ഊരി നോക്കാനോ അല്ലെങ്കിൽ ആ ടീമിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനോ സാധിച്ചില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാരാണ്, ഇവരുടെ മുഖം എങ്ങനെയാണ് എന്നറിയാനാണ് ഇവരെല്ലാവരും നടക്കുന്നത്. ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്നുള്ളത് വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ആ സമയത്ത് തോന്നിയത് ഇവർക്ക് മാസ്ക് ഊരി നോക്കിയാൽ പോരെ എന്നായിരുന്നു. കാരണം റീട്രിബ്യൂഷൻ ടീമിലെ എല്ലാവരും അടികൊണ്ട് താഴെ കിടക്കാണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത്. അതുകൂടാതെ റോ എപ്പിസോഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ബ്രോൺ സ്ട്രോമൻ, ഡോഫ് സിഗ്ലർ ഇവരെയെല്ലാം വെച്ച് മാച്ചെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അത് വളരെയധികം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.